പ്രേക്ഷകർ മലപ്പുറത്തെ CPIM നേതാവിൻ്റെ കൊലവിളി പ്രസംഗം കേട്ടിരുന്നു. ഇപ്പോഴിതാ മലപ്പുറത്ത് കൊലവിളി പ്രസംഗവുമായി മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രവർത്തകനെ തല്ലിയവരുടെ കൈയും കാലും വീട്ടിലെത്തി വെട്ടുമെന്നാണ് വളാഞ്ചേരി നഗരസഭാ മുൻ കൗൺസിലർ ശിഹാബുദ്ദീൻ്റെ പ്രസംഗം. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കയ്യോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവനെ ഞങ്ങൾ തിരിച്ചു തല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണ് തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും പേരെടുത്ത് ഞങ്ങൾ പറയും. ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, നേരത്തെ CPIM പ്രാദേശിക നേതാവിൻ്റെ ഭീഷണി പ്രസംഗമാണ് കേട്ടത്. കൈയും കാലും വെട്ടി ചെങ്കൊടി കെട്ടുമെന്നായിരുന്നു ആ നേതാവിൻ്റെ ഭീഷണിയെങ്കിൽ ഇപ്പോഴിതാ ലീഗിൻ്റെ പ്രാദേശിക നേതാവ് കൈയും കാലും വെട്ടുന്ന ഭീഷണിയെക്കുറിച്ചാണ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള നേതാക്കൾ, ഇങ്ങനെ പ്രകോപനപരമായ പ്രസംഗം നടത്തുന്ന നേതാക്കൾ ജനാധിപത്യത്തിന് ഒട്ടും ഗുണകരമല്ല എന്ന് ജനവിധി തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഭീഷണി പ്രസംഗവുമായി ഇറങ്ങുകയാണോ ഈ നേതാക്കൾ? സമീർ. ദിലീപ് കുമാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. നേതാക്കൾ ആവേശത്തിന്റെ പുറത്താണ് ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇരു വിഭാഗ നേതാക്കളും പറയുന്നതെങ്കിൽ പോലും കൈവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ വളാഞ്ചേരി നഗരസഭ വട്ടപ്പാറ ഡിവിഷനിലെ മുൻ കൗൺസിലറായിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് ഷിഹാബുദ്ദീൻ എന്ന ഭാവയാണ് ഇത്തരത്തിലൊരു ഭീഷണി പ്രസംഗം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ പ്രവർത്തകരെ തൊട്ട് കഴിഞ്ഞാൽ ആരായാലും അവരെ വീട്ടിൽ കയറി കയ്യും കാലും വെട്ടുമെന്നുള്ളതാണ് അദ്ദേഹം ഭീഷണി ആയി പറയുന്നത്. ഇത് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണെന്നും അദ്ദേഹം അടിവരയിട്ട് സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വളാഞ്ചേരി നഗരസഭ പരിധിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് CPIM ലീഗ് പ്രവർത്തകർ തമ്മിൽ ഒരു നേരിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് തന്നെ KMCC നേതാവുമായിരിക്കുന്ന ഒരാൾക്ക് നേരെ അല്ലെങ്കിൽ ഒരു മർദ്ദനമേറ്റു എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ മർദ്ദിച്ചയാളെ വെറുതെ വിടില്ല, അവരെ കയ്യും കാലും വെട്ടുമെന്നുള്ളതാണ് ഒരു മറുപടി പ്രസംഗം എന്നോണം ലീഗ് നേതാക്കൾ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ്. ലീഗിന്റെയും CPIM നേതാക്കൾ പറയുന്നത് ഇതൊക്കെ തന്നെ ഒരു ആവേശത്തിന്റെ പുറത്ത് സംസാരിച്ചു പോയതാണ്, അർത്ഥം ചിന്തിച്ച് പറഞ്ഞതല്ല എന്നുള്ളതാണ് നേതാക്കൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.